So hello everyone, welcome to the third part of set 2 2025 CBSE class 10 board exam question paper. നമ്മൾ ഇതുവരെ പാർട്ട് 1ഉം പാർട്ട് 2ഉം ചെയ്തു സെറ്റ്. Now we are moving to the part 3. പാർട്ട് 3 നമ്മൾ തുടങ്ങുന്നത് 32nd ക്വസ്റ്റ്യൻ മുതലാണ്. 31st ക്വസ്റ്റ്യൻ വരെ നമ്മൾ പാർട്ട് 2 വരെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ഇത് 32nd ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. Two ships are sailing in the sea on either side of a lighthouse. The angle of depression to the two ships are observed from the top of the lighthouse are 60 degree and 45 degree respectively. If the distance between the ships is 100 into 1 plus root 3 by root 3 meter, then find the height of the lighthouse. Okay. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ നമുക്ക് രണ്ട് ഷിപ്പും ഇതിൻ്റെ ലൈറ്റ് ഹൗസിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ഷിപ്പും ലൈറ്റ് ഹൗസ് എടുത്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഷിപ്പും ലൈറ്റ് ഹൗസ് എടുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചിട്ട് നമുക്ക് ഫിഗർ വരയ്ക്കാം. ഓൺ ഏത് സൈഡ്, ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ആംഗിൾ ഓഫ് ഡിപ്രഷൻ 60 ഡിഗ്രി, അതായത് ഒരു ഷിപ്പിലേക്ക് ആംഗിൾ ഓഫ് ഡിപ്രഷൻ 60 ഡിഗ്രിയും മറ്റേ ഷിപ്പിലേക്ക് 45 ഡിഗ്രിയുമാണ്. ആൻഡ് ഓൾസോ രണ്ട് ഷിപ്പും തമ്മിലുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിട്ടുള്ള ലൈറ്റ് ഹൗസിന്റെ ഹൈറ്റ് കാണാനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? ഈ ഷിപ്പിലേക്ക് ഞാൻ 60 ഡിഗ്രി ആണെന്ന് അസ്യൂം ചെയ്യാണ്. 60 ഡിഗ്രി, ഇത് 60 ഡിഗ്രിയുടെ ആംഗിൾ ഓഫ് ഡിപ്രഷൻ വരുന്നതാണ്. 60 ഡിഗ്രി. ആൻഡ് ഇപ്പുറത്തെ ഷിപ്പിലേക്ക് 45 ഡിഗ്രി. ഓക്കെ, 45 ഡിഗ്രി. ഞാൻ അസ്യൂം ചെയ്യാണ് ടോട്ടൽ ഹൈറ്റ് ലൈറ്റ് ഹൗസിന്റെ ഹൈറ്റ് എച്ച് ആണെന്ന് ഞാൻ അസ്യൂം ചെയ്യാം. നമുക്ക് എച്ച് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോ ഇങ്ങനെ തന്നിട്ടുണ്ട്. ഓൾസോ ഈ ലെങ്ത് ഞാൻ ലെറ്റ് ഇറ്റ് ബി എ ബി ആൻഡ് ഇത് സി എന്ന് വെച്ചോട്ടെ. സി എ ബി ഡി സി ഇങ്ങനെയാന്ന് വെച്ചോട്ടെ. അപ്പൊ ഞാൻ ആദ്യം എ ബി കണ്ടുപിടിക്കാം. എ ബി ഇൻ ടേംസ് ഓഫ് എച്ച് കണ്ടുപിടിക്കാം നമുക്ക്. എ ബി ഇൻ ടേംസ് ഓഫ് എച്ച്. അപ്പൊ നമുക്കറിയാം ഇത് 60 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ 60 ഡിഗ്രി ആവും. ആൾട്ടർനേറ്റ് ആംഗിൾ വെച്ചിട്ട് ഇത് 45 ഡിഗ്രി ആവും. ഓക്കെ, അപ്പൊ എനിക്ക് എങ്ങനെ എഴുതാം? ടാൻ 60 ഈസ് ഈക്വൽ ടു എച്ച് ബൈ എ ബി എന്ന് എഴുതി കൂടെ? ഓക്കെ, അപ്പൊ നമുക്ക് ടാൻ 60 എത്രയാണെന്ന് അറിയാം, റൂട്ട് 3 ആണെന്ന് അറിയാം. അപ്പൊ റൂട്ട് 3 ഈസിക്കൽ ടു എച്ച് ബൈ എ ബി എന്ന് എഴുതാം. സോ എനിക്ക് എ ബി എന്ത് കിട്ടും? എ ബി ഈസിക്കൽ ടു എച്ച് ബൈ റൂട്ട് 3. എ ബി ഈസിക്കൽ ടു എച്ച് ബൈ റൂട്ട് 3 കിട്ടും. നമ്മുടെ ഫസ്റ്റ് റിസൾട്ട്. ഇനി അടുത്തത് നമുക്ക് ടാൻ 45 എടുക്കാം. ടാൻ 45 ഈസിക്വൽ ടു എച്ച് ബൈ ഡി സി എന്ന് എടുക്കാം. സോ ഡി സി എനിക്ക് എന്ത് കിട്ടും? ഡി സി ഈസിക്വൽ ടു എച്ച് ബൈ ടാൻ 45 ഈസ് 1, സോ എച്ച് ബൈ 1, സോ ഡി സി ഈസിക്വൽ ടു എച്ച്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അറിയാം ഈ ടോട്ടൽ ഡിസ്റ്റൻസ് എ ബി പ്ലസ് ഡി സി എന്ന് പറയുന്നത് 100 ഇൻറ്റു 1 പ്ലസ് റൂട്ട് 3 ബൈ റൂട്ട് 3, കാരണം അതാണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഷിപ്സ്. അപ്പൊ നമുക്ക് അത് എഴുതാം. എ ബി ഇവിടെ സ്ഥലം കഴിഞ്ഞു. അപ്പൊ നമുക്ക് അപ്പുറത്തോട്ട് എടുക്കാം. ഓക്കെ, അപ്പൊ എനിക്ക് എഴുതാം എ ബി പ്ലസ് ഡി സി ഈസിക്വൽ ടു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഷിപ്സ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഷിപ്സ്. ഓക്കെ, അപ്പൊ അത് എത്ര നമുക്കറിയാം. എ ബി പ്ലസ് ഡി സി ഈസിക്വൽ ടു എത്ര തന്നിട്ടുണ്ട്? 100 ഇൻറ്റു 1 പ്ലസ് റൂട്ട് 3 ബൈ റൂട്ട് 3 തന്നിട്ടുണ്ട്. 1 പ്ലസ് റൂട്ട് 3 ബൈ റൂട്ട് 3 തന്നിട്ടുണ്ട്. ആൻഡ് എ ബിയും ഡി സിയും എത്ര നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. എച്ച് ബൈ റൂട്ട് 3യും എച്ചും ആണ് അത്. സോ എച്ച് ബൈ റൂട്ട് 3 പ്ലസ് എച്ച് ഈസിക്വൽ ടു 100 ഇൻറ്റു 1 പ്ലസ് റൂട്ട് 3 ബൈ റൂട്ട് 3. അപ്പൊ ഇതിന്ന് നമുക്ക് ഈസി ആയിട്ട് എച്ച് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇനി ജസ്റ്റ് സോൾവ് ചെയ്ത് നോക്കാം. സോ എച്ച് കോമൺ ആയിട്ട് എടുത്താൽ ഐ വിൽ ഗെറ്റ് 1 ബൈ റൂട്ട് 3 പ്ലസ് 1 ഇൻറ്റു ഈസിക്വൽ ടു 100 ഇൻറ്റു 1 പ്ലസ് റൂട്ട് 3 ബൈ റൂട്ട് 3. അപ്പോൾ നമുക്ക് ഈ 1 ബൈ റൂട്ട് 3 പ്ലസ് 1നെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എച്ച് ഈസിക്വൽ ടു 1 പ്ലസ് റൂട്ട് 3 ബൈ റൂട്ട് 3 ഈസിക്വൽ ടു 100 ഇൻറ്റു 1 പ്ലസ് റൂട്ട് 3 ബൈ റൂട്ട് 3. അപ്പോൾ നമുക്ക് ആർ എച്ച് എസിലും എൽ എച്ച് എസിലും സെയിം ആയിട്ടൊരു ടേം ഉണ്ട്, 1 പ്ലസ് റൂട്ട് 3 ബൈ റൂട്ട് 3. അപ്പോൾ അത് രണ്ടും കട്ടായി പോയി. സോ എച്ച് ഈസിക്വൽ ടു 100 മീറ്റർ. സോ വി ഗെറ്റ് ഹൈറ്റ് ഓഫ് ദ ലൈറ്റ് ഹൗസ് വാസ് 100 മീറ്റർ എന്ന് കിട്ടി. സോ ദാറ്റ്സ് ദ ആൻസർ ഫോർ ദ 32nd ക്വസ്റ്റ്യൻ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഒരു ഓർ ക്വസ്റ്റ്യൻ ആണ് ഇതിന്റെ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. ദ ആംഗിൾ ഓഫ് ഡിപ്രഷൻ ഓഫ് ദ ടോപ്പ് ആൻഡ് ദ ബോട്ടം ഓഫ് ആൻ 8 മീറ്റർ tall building from the top of another multi-stored building are 30 degree and 45 degree respectively. Find the height of the multi-stored building and the distance between the two buildings എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നേരത്തെ നമുക്ക് ഷിപ്പും ലൈറ്റ് ഹൗസും വേണ്ടെന്ന പോലെ നമുക്കിവിടെ വേണ്ടത് ഒരു രണ്ട് ബിൽഡിംഗ് വേണം. സോ നമുക്ക് രണ്ട് ബിൽഡിംഗ് ബിൽഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് ബിൽഡിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഫിഗർ വരയ്ക്കാം. ഓക്കെ 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 അപ്പോൾ ആംഗിൾ ഓഫ് ഡിപ്രഷൻ ഓഫ് ടു ദ ബോട്ടം ആൻഡ് ടോപ്പ് ഓഫ്
എ ബിൽഡിംഗ് ഫ്രം അനദർ ബിൽഡിംഗ് എത്ര തന്നുള്ളത് 30 ഡിഗ്രി ആൻഡ് 45 ഡിഗ്രി തന്നിട്ടുണ്ട്. അപ്പൊ ഈ ബിൽഡിങ്ങിന്റെ മേലെ നിന്ന് ഞാൻ ഈ ബിൽഡിങ്ങിലേക്ക് നോക്കുമ്പോൾ രണ്ട് ടോപ്പിലേക്കും ബോട്ടത്തിലേക്കാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ ഒരു ആംഗിള് എത്ര തന്നിട്ടുണ്ട് 30 ഡിഗ്രിയും മറ്റേ ആംഗിള് 45 ഡിഗ്രി തന്നിട്ടുണ്ട്. നമുക്ക് കാണേണ്ടത് ഫൈൻ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ബിൽഡിങ്സ്, ഇതാണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, ഈ ഡിസ്റ്റൻസ് ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ നമുക്ക് നെയിം ചെയ്യാൻ തുടങ്ങാം. എ ബി സി ഡി, ഈ പോയിന്റ് ഇ ആയിട്ട് എടുക്കാം. ഓക്കെ, ഈ വേറെ എന്തെങ്കിലും തന്നിട്ടുണ്ടോ? ഇല്ല, അത് തന്നില്ല. 8 മീറ്റർ, ബോട്ടം ഓഫ് എൻ 8 മീറ്റർ ബിൽഡിംഗ് ആൻഡ് ബോട്ടം. ഓക്കെ, അപ്പോൾ ഇത് 8 മീറ്റർ ആണ് തന്നിട്ട്, ഈ ബിൽഡിങ്ങിന്റെ ലെങ്ത് 8 മീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിത് കണ്ടുപിടിക്കാം. സോ ഇത് 30 ഡിഗ്രി ആയ സ്ഥിതിക്ക് ദിസ് വിൽ ബി ഓൾസോ ബി 30 ഡിഗ്രി ആൻഡ് ഇത് വിൽ ബി 45 ഡിഗ്രി. ഓക്കെ, ഇനി നമുക്ക് എഴുതാം tan 30 degree is equal to tan 30 is equal to AE by DE, and also tan 45 degree will be equal to EB by CB. EB by CB എന്ന് കിട്ടും. tan 30യുടെ വാല്യൂ എന്താ? 1/√3. 1/√3 is equal to AE by DE. AE by DE and പിന്നെ എന്ത് കിട്ടും? 1 is equal to EB by CB. ഇപ്പൊ EBയുടെ വാല്യൂ നമുക്കറിയാം. EBയുടെ വാല്യൂ is EBയുടെ വാല്യൂ will be 8. EBയുടെ വാല്യൂ 8. So 1 is equal to 8 by CB. So we get CB is equal to 8. CB 8 ആണ് കിട്ടി, 8 മീറ്റർ ആണ് കിട്ടി. So അല്ല വെയിറ്റ്. Tan 45 is not EB by CB. It's total AB by CB. So it will be AB എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? AB എന്ന് പറയുന്നത് AE plus EB ആണ്. 1 is equal to AB plus AE plus CB, AE plus EB, AE plus EB, AE plus EB by CB എന്ന് വരും. ആൻഡ് CB would be equal to AE plus EBയുടെ വാല്യൂ എത്ര നമുക്ക് കിട്ടി? EBയുടെ വാല്യൂ 8, കാരണം ഇത് 8 ആണ്. DC will be equal to AE കാരണം ഇതൊരു സ്ട്രേറ്റ് ലൈനാണ്. So it would be 8. Similarly 1/√3 is equal to AE by DE. AE by DE. AE by DE. Okay. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ദാറ്റ് വുഡ് ബി DE is equal to √3 AE എന്ന് കിട്ടും. √3 AE. ഓക്കെ, നമുക്ക് എന്ത് പറയാം? DE വുഡ് ബി ഈക്വൽ ടു CB. DE CB ഈക്വൽ ആണ്. സോ നമുക്ക് ഇത് രണ്ട് ഇക്വേറ്റ് ചെയ്യാം. √3 AE ഈസ് ഈക്വൽ ടു AE പ്ലസ് 8. AE പ്ലസ് 8. ഇനി AE കോമൺ ആയിട്ട് എടുക്കുമ്പോൾ AE ഈസ് ഈക്വൽ ടു √3 മൈനസ് 1/8. √3 മൈനസ് 1 ഈസ് ഈക്വൽ ടു 8. ദിസ് വുഡ് ബി ഇംപ്ലൈ AE ഈസ് ഈക്വൽ ടു 8/√3 മൈനസ് 1 എന്ന് കിട്ടി. ഓക്കെ, AE ഈസ് ഈക്വൽ ടു 8/√3 മൈനസ് 1 എന്ന് കിട്ടി. AEയുടെ വാല്യൂ 8/√3. നമുക്ക് എന്ന് കാണണ്ടേ? ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ മൾട്ടി സ്റ്റോർ ബിൽഡിംഗ്. ഓക്കെ, AE 8/√3 മൈനസ് 1 എന്ന് കിട്ടി. അപ്പൊ ഇനി CB ആണ് ടോട്ടൽ ലെങ്ത്. CB അല്ലേ, AB ആണ് ടോട്ടൽ ലെങ്ത്. AB വുഡ് ബി ഈക്വൽ ടു CB. അല്ല, CB നമുക്ക് കണ്ടുപിടിക്കാം. ഈ AEയുടെ വാല്യൂ ഈ CBയുടെ ഈക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, AEയുടെ വാല്യൂ ഈ CBയുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. CB ഈസ് ഈക്വൽ ടു AE പ്ലസ് 8. AEയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? 8/√3 മൈനസ് 1 എന്ന് കിട്ടി. പ്ലസ് 8 എന്ന് വരും. ഇനി ഇത് സോൾവ് ചെയ്താൽ വി വിൽ ഗെറ്റ് ആൻസർ. ഞാൻ 8 കോമൺ ആയിട്ട് എടുക്കുന്നു. സോ 1/√3 മൈനസ് 1 പ്ലസ് 1. സോ ദാറ്റ് വുഡ് ബി 8 ഇൻറ്റു 1 പ്ലസ് √3 മൈനസ് 1/√3 മൈനസ് 1. ഇപ്പം എന്ത് വരും? 1 ക്യാൻസൽ ആയി പോകും. ദാറ്റ് ഈസ് ഈക്വൽ ടു 8√3/√3 മൈനസ് 1 എന്ന് വരും. സോ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ബിൽഡിംഗ്സ് വുഡ് ബി 8 ഇൻറ്റു √3/√3 മൈനസ് 1. ഇനി നമുക്ക് കണ്ട് AB കാണണം. AB വുഡ് ബി ഈക്വൽ ടു AE പ്ലസ് EB. AE നമുക്ക് ഓൾറെഡി കിട്ടി. എയുടെ കൂടെ 8 കൂട്ടിയ. സോ CB കിട്ടി കഴിഞ്ഞാൽ ഈ ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് സെയിം അല്ല, കാരണം ഇത് 45 ഡിഗ്രിയാണ്. സോ ബോത്ത് ഓഫ് ദം വുഡ് ബി ഈക്വൽ. അതെന്ന് പറയുന്നത് 8√3/√3 മൈനസ് 1 ആണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ബിൽഡിങ്ങും ആൻഡ് ഓൾസോ ഹൈറ്റ് ഓഫ് ദ ബിൽഡിങ്ങും. നമ്മൾ കുറേ വട്ടം എവിടേക്ക് ഇങ്ങനെ ഒരു മിസ്സിങ് ആയി പോയില്ലേ. സോ 45 ഡിഗ്രി ഡയറക്റ്റ് ആണ്. ഇതും വുഡ് ബി സെയിം, അതായത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ബിൽഡിങ്സും ഹൈറ്റ് ഓഫ് ദ ബിൽഡിങ്ങും വുഡ് ബി ദ സെയിം. ഓക്കെ, അപ്പോൾ നമ്മുടെ
Or question കഴിഞ്ഞിരിക്കുകയാണ്. First question, 32nd question. Now let's move on to the 33rd question. The sum of the areas of two squares is 52 centimeter square and the difference of their perimeter is 8 centimeter. Find the length of the side of the two squares. Okay. അപ്പം ഞാൻ അസ്യൂം ചെയ്യാണ് രണ്ട് സ്ക്വയർ ഉണ്ട്. ഒരു സ്ക്വയർ ഇത്, മറ്റേ സ്ക്വയർ ഇത്. അപ്പൊ ഇതിന്റെ സൈഡ് എക്സ് ആണ്, ഇതിന്റെ സൈഡ് വൈ ആണെന്ന് അസ്യൂം ചെയ്യാണ്. സം ഓഫ് ഏരിയാസ് ഓഫ് ടു സ്ക്വയർ. അപ്പോൾ ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്താ? എ സ്ക്വയർ എക്സ് സ്ക്വയർ എന്ന് വരും ഫസ്റ്റ് സ്ക്വയറിന്റെ. രണ്ടാമത്തേടെ ബി സ്ക്വയർ വൈ സ്ക്വയർ എന്ന് വരും. ഇതിന്റെ രണ്ടിന്റെ സമ്മ് 52 സെന്റിമീറ്റർ സ്ക്വയർ ആണെന്നാ പറയുന്നത്. 52 സെന്റിമീറ്റർ സ്ക്വയർ. ദ ഡിഫറൻസ് ഓഫ് ദർ പെരിമീറ്റർ ഇസ് 48 സെന്റിമീറ്റർ. പെരിമീറ്റർ എന്ത് വരും? ഫസ്റ്റ് ഇതേടെ 4x-ഉം രണ്ടാമത്തെ സ്ക്വയറിന്റെ 4y എന്ന് പറയാം. കാരണം ഒരു സ്ക്വയറിന്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 4 സൈഡാണ്. സോ ഡിഫറൻസ് ഓഫ് പെരിമീറ്റർ 8 സെന്റിമീറ്റർ ആണ് തന്നിട്ട്. അപ്പൊ എനിക്ക് എഴുതാം 4x - 4y = 8 സെന്റിമീറ്റർ. ഫസ്റ്റ് ഇക്വേഷൻ. ആൻഡ് ഇത് നമുക്ക് ഫർദർ സിംപ്ലിഫൈ ചെയ്യാൻ ത്രൂ ഔട്ട് ഫോർവേഡ് ഡിവൈഡ് ചെയ്യുമ്പോൾ x - y = 2, 4 കോമൺ എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇതെന്റെ സെക്കൻഡ് ഇക്വേഷൻ ആയിട്ട് വരും. നമ്മളോട് എന്താ പറഞ്ഞത്? ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ടു സൈഡ്സ്. ഇപ്പോൾ എക്സും വൈയും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ x = 2 + y എന്നുള്ളത് എനിക്ക് ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 + y the whole square plus y square = 52 സെന്റിമീറ്റർ സ്ക്വയർ. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. 2 + y square എനിക്ക് എങ്ങനെ ഓപ്പൺ ചെയ്യാം? 4 + y square plus 4y plus y square = 52 സെന്റിമീറ്റർ സ്ക്വയർ. 2y square plus 4y, ഇപ്പോഴത്തെ 4 മൈനസ് 52 എന്ന് പറയുന്നത് -48 = 0. നമുക്ക് 2 കോമൺ ആയിട്ട് എടുക്കാം. ദാറ്റ് വുഡ് ബി y square plus 2y - 24 = 0. നമുക്ക് 2 നമ്പേഴ്സ് കണ്ടുപിടിക്കണം. സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം ചെയ്യാൻ അതിലെങ്ങനെ വരണം? a × b എന്ന് ചെയ്യുമ്പോൾ -24 കിട്ടണം. ഓൾസോ a + b ചെയ്യുമ്പോൾ 2 എന്ന് കിട്ടണം. അപ്പൊ അങ്ങനെ ഏത് ടേം ഉള്ളത്? y square = +6y - 4y എന്ന് ചെയ്താൽ നമുക്ക് അങ്ങനെ കിട്ടും -24. കാരണം 6 × -4 എന്ന് പറഞ്ഞാൽ -24 ആ. 6y - 4 എന്ന് പറയുന്ന we get 2y. സോ y കോമൺ ആയിട്ട് എടുക്കുന്നു. y + 6 - 4 × y + 6 = 0 എന്ന് വരും. സോ y - 4 × y + 6 = 0 എന്ന് വരും. ഈ y + 6 കോമൺ എടുക്കുമ്പോൾ അപ്പൊ എയ്തർ y - 4 = 0 ആവണം, അല്ലെങ്കിൽ y + 6 = 0 ആവണം. സോ y = 4 or y = -6. ഏതെങ്കിലും ഒന്നാവാം. 4 or -6 ആവാം. അപ്പോ വൈയുടെ വാല്യൂ 4 ആണെങ്കിൽ നമുക്കറിയാം x - y = എത്ര നമുക്ക് കിട്ടും? x - y = 2 എന്നുള്ളതാണ് ഇക്വേഷൻ. സോ എക്സിന്റെ വാല്യൂ 4 ആണെങ്കിൽ വൈയുടെ വാല്യൂ വുഡ് ബി അപ്പൊ y = -6 വരില്ല, കാരണം ലെങ്ത് ഓഫ് എ സൈഡ് വുഡ് നോട്ട് ബി നെഗറ്റീവ്. സോ y = -6 നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. സോ yന്റെ വാല്യൂ 4 ആൻഡ് എക്സിന്റെ വാല്യൂ വുഡ് ബി 6. ഓക്കെ. സോ x = 6 and y = 4 are the values of the side. നമുക്ക് ഇത് ഒന്ന് വെരിഫൈ ചെയ്ത് 6² = 36, 36 + 16 is 52. So that is also the correct answer. അപ്പോൾ നമുക്ക് നമ്മുടെ 34th ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഓർ ക്വസ്റ്റ്യൻ ചെയ്യാം. The time taken by a person to travel an upward distance of 150 km was 2.5 hours more than the time taken in the downward journey. If he returned at a speed of 10 km/h more than the speed while going up, find the speeds in each direction. Okay. അപ്പൊ നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു 150 കിലോമീറ്റർ പോകാൻ ഒരു 150 കിലോമീറ്റർ സ്ലോപ്പ് മേലെ കയറുമ്പോൾ താഴെ ഇറങ്ങുന്നതിനെക്കാട്ടിലും 2.5 മണിക്കൂർ കൂടുന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഇറങ്ങി വരുമ്പോൾ പോയതിനെക്കാട്ടിലും 10 km/h സ്പീഡിലാണ് ഇറങ്ങി വരുന്നത്. അപ്പൊ ഞാൻ അസ്യൂം ചെയ്യാണ് കയറിപ്പോയ സ്പീഡ് x km/h ആണെന്ന് അസ്യൂം ചെയ്യാണ്. അപ്പൊ എനിക്ക് ഒരേ തിരിച്ചിറങ്ങി വന്ന സ്പീഡ് x + 10 km/h. x + 10 km/h. ഓക്കെ, അപ്പൊ എനിക്ക് എന്ത് പറയാം? നമുക്കറിയാം ടൈം ഈസ് ഈക്വൽ ടു എന്ത് പറയാം? ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ് നമുക്കറിയാം. അപ്പോ കയറിപ്പോയ സ്പീഡ് ടൈം എന്ന് പറയാം, കയറിപ്പോഴത്തെ ടൈം എന്ന് പറഞ്ഞാൽ 150/x. തിരിച്ചു വരാൻ അടുത്ത ടൈം എന്ന് പറഞ്ഞാൽ 150/x + 10. ഇതിന്റെ രണ്ടിന്റെ ഡിഫറൻസ് 2.5 hours. 2.5 hours എന്ന് പറഞ്ഞാൽ 5/2 hours. ഓക്കെ, ഇനി ഇത് സോൾവ് ചെയ്താൽ പോരെ? വി വുഡ് ഗെറ്റ് ദ ആൻസർ. അപ്പോൾ 150 കോമൺ ആയിട്ട് എടുത്തോ. 150 × x + 10 - x/x × x + 10. x × x + 10 = 5/2. കട്ട് ചെയ്യാം. ദാറ്റ് വുഡ് ബി 30. 30 × 10/x² + 10x = 1/2. Cross multiplying. 600 = x² + 10x. So x² + 10x - 600 = 0. അപ്പൊ എങ്ങനെ?
എക്സ് സ്ക്വയർ പ്ലസ് 10x മൈനസ് 600. അപ്പൊ നമുക്ക് സ്പ്ലിറ്റിംഗ് മിഡിൽ ടേം ചെയ്യുന്നെങ്കിൽ എ ഇൻറ്റു ബി ചെയ്യുമ്പോൾ -600 കിട്ടണം. ഓൾസോ എ പ്ലസ് ബി ചെയ്യുമ്പോൾ 10 കിട്ടണം. അപ്പൊ നമുക്ക് ഏതെടുക്കാം? +30 ആൻഡ് -20 എടുത്തൂടെ? +30 ആൻഡ് -20, +30 ആൻഡ് -20 അങ്ങനെ എടുക്കുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 30x -20x -600 0 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ എക്സ് കോമൺ ആയിട്ട് എടുക്കുമ്പോൾ എക്സ് പ്ലസ് 30, അപ്പുറത്ത് 20 കോമൺ ആയിട്ട് എടുക്കുമ്പോൾ -20 x പ്ലസ് 30 0 എന്ന് കിട്ടി. അങ്ങനെ കിട്ടുമ്പോൾ എക്സ് പ്ലസ് 30 കോമൺ ആയിട്ട് എടുക്കുമ്പോൾ എക്സ് പ്ലസ് 30 x -20 0. അങ്ങനെയാണെങ്കിൽ വുഡ് ഗെറ്റ് എക്സ് ഈസിക്വൽ ടു 20. അതായത് സ്പീഡ് 20 km/h എന്ന് കിട്ടി. എക്സ് ഈസിക്വൽ ടു 20 km/h. എക്സ് ഈസിക്വൽ -30 എടുക്കണ്ട, നമ്മൾ അപ്വേർഡ് കയറി പോകുന്നത് 20 km/h ആയിട്ടാണ് എടുത്തത്. സോ എക്സ് ഈസിക്വൽ ടു 20 km/h. സ്പീഡ് നെഗറ്റീവ് വരില്ല, വെലോസിറ്റി മാത്രമേ നെഗറ്റീവ് വരുള്ളൂ. നമുക്ക് സ്പീഡ് എന്ന് പറഞ്ഞുള്ളത് ഫൈൻഡ് ദ സ്പീഡ്സ് ഇൻ ഈച്ച് ഡയറക്ഷൻ. അപ്പം മേലെ കയറി പോയത് 10 km/h ആണെങ്കിൽ 20 km/h ആണെങ്കിൽ തിരിച്ചു വരുന്നത് റിട്ടേൺ ഈസിക്വൽ ടു എക്സ് പ്ലസ് 10, ദാറ്റ് വുഡ് ബി 30 km/h. ഓക്കെ, 30 km/h. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ എത്രയുടെയായിരുന്നു 33rd ഓർ ക്വസ്റ്റ്യൻ ആൻസറും കിട്ടി. നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ 34th ക്വസ്റ്റ്യൻ. Prove that a line drawn parallel to one side of a triangle to intersect the other two sides in distinct points divides the other two sides in the same ratio. Hence, in the figure given below, prove that AM by MB is equal to AN by ND, where LM parallel to CB and LN is parallel to CD. ഓക്കെ, ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം ഒരു ട്രയാങ്കിൾ വരച്ചിട്ട്, ട്രയാങ്കിൾ ശരിക്കും വരയ്ക്കാം. ഒരു ട്രയാങ്കിൾ വരച്ചിട്ട് അതിന് ബേസിന് പാരലായിട്ട് ഒരു ലൈൻ വരയ്ക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ABCDE. ഇപ്പൊ DE പാരലൽ ടു BC ആണ്. നമുക്ക് എന്ത് പറയാൻ പറ്റുന്ന അറിയോ? ഇത് A ആട്ടോ. AD by DB is equal to AE by EC. ഇതാണ് ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം. എന്താണ് ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം? അപ്പൊ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് AM by MB is equal to AN by ND. അത് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ട്രയാങ്കിൾ ABCയിൽ കണ്ടോ, ML പാരലൽ ടു BC ആണ് നമുക്ക് പറഞ്ഞിട്ടുണ്ട്, LM പാരലൽ ടു CB ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താം? AM by AL is equal to MB by LC എന്ന് എഴുതാം. ഓൾസോ അയ്യോ ഇങ്ങനെയല്ല. AM by MB is equal to AM by AN by ND അല്ലേ? AN by ND. AM by MB is equal to AL by LC എന്ന് എഴുതാം. സിമിലർലി ഇവിടെ അങ്ങനെ തന്നെയല്ലേ ഇത്? ഓക്കെ, അപ്പൊ നമുക്ക് ട്രയാങ്കിൾ ABCയിൽ AM by MB is equal to AL by LC എന്ന് എഴുതാം. അതുപോലെ തന്നെ ട്രയാങ്കിൾ ACDയിൽ AN by ND is equal to AL by LC എന്ന് എഴുതാം ബൈ BPT, ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം. അങ്ങനെയാണെങ്കിൽ നോക്കി AL by LC ഇവിടെ ഉണ്ട്, AL by LC ഇവിടെ ഉണ്ട്. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? AM by MB is equal to AN by ND എന്ന് എഴുതാൻ പറ്റും. AM by MB is equal to AN by ND. സോ അതും നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, അപ്പൊ 34th ക്വസ്റ്റ്യൻ സിമ്പിൾ 5 മാർക്സിന്റെ ക്വസ്റ്റ്യൻ, അത്ര പരിപാടിയേ ഉള്ളൂ. ഓക്കെ, ഫിനിഷ് ആയില്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് 35th ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. 35th ക്വസ്റ്റ്യൻ ഈസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ കുറെ കാൽക്കുലേറ്റ് ചെയ്യാണ്ടാവും. ഓക്കെ, നമുക്ക് ചെയ്യാം. ആദ്യം നമുക്ക് ക്ലാസ് മാർക്ക് കാണാം, കാരണം ഇതിങ്ങനെ ഇന്റർവൽ ആയിട്ടല്ലേ തന്നുള്ളത്. നമുക്ക് മീനും കണ്ടുപിടിക്കണം, മോഡും കണ്ടുപിടിക്കണം. ഓക്കെ, മീനും മോഡും കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി ക്ലാസ് മാർക്ക് കണ്ടുപിടിക്കാം. ക്ലാസ് മാർക്ക് എക്സ് എങ്ങനെ എടുക്കും? ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് ബൈ 2. സോ 0 + 10/2 ഈസ് 5. 10 + 20/2 ഈസ് ഇക്വൽ ടു 15. അതുപോലെ തന്നെ 25. അങ്ങനെ 10 കൂടി വരുന്നു. 35, 45, 55 ആൻഡ് 65. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? FI ചെയ്യാം. FI എന്ന് പറയുന്നത് ഫ്രീക്വൻസി 8 × 5 40. 7 × 15 ഈസ് 15 × 7 ഈസ് 105. 15 × 25 ഈസ് 15, 25. 15, 25, 5, 2, 7, 0, 1, 3, 5, 7, 375, 700.
45 into 12, 0, 1, 9, 5, 4, 0, 4, 1, 540, 540, 55 into 8, 50, 440, 65 into 10, 650. Okay, നമുക്ക് 25 into 15, 20 into 10, 200. പിന്നെ ഒരു 25 into 5 ആണ്. 2250 plus 125. 5, 7, 375. അപ്പോൾ നമുക്ക് എക്സ് ഐ കിട്ടി, എക്സ് ഐ എഫ് ഐ കിട്ടി. നമുക്കറിയാം മീൻ കാണാൻ എന്ത് ചെയ്യണം? മീൻ ഈക്വൽ ടു സമ്മിഷൻ ഓഫ് എക്സ് ഐ എഫ് ഐ ഡിവൈഡഡ് ബൈ സമ്മിഷൻ ഓഫ് എഫ് ഐ ആണ്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് ആഡ് ചെയ്യാം. 650, 440, 540, 700, 375, 105, 40 ഒക്കെ കൂടി ആഡ് ചെയ്യാം. 5 plus 5 is 10, 0, 1. 6 plus 4 is 10, 10 plus 4 is 14, 14 plus 7 is 21, 21 plus 4 is 25. 2, 8 plus 4 is 12, 12 plus 5 is 17, 17 plus 7 is 24, 24 plus 3 is 27, 27 plus 1 is 28. 2850 and summation of x fi എത്ര വരും? 5. ഓക്കെ, അപ്പോൾ സമ്മേഷൻ ഓഫ് എഫ് ഐ എത്ര വരും? 8 plus 7, 15, 15 plus 15, 30, 30 plus 20, 50, 50 plus 12, 60, 62, 62 plus 8, 70, 70 plus 10, 80. Summation of fi is 80. 80 ഇനി നമുക്ക് ജസ്റ്റ് കണ്ടുപിടിച്ചാൽ മതി. 285 by 8, 285 by 8 വിൽ ഗെറ്റ് 8ന് എത്ര കൊടുക്കണം? 4 അല്ലേ? 4 into 8 അല്ലേ? അല്ല, 3 into 8, 3 into 8, 24. 45 it's 5 times 40, 5.0 and 6, 42, 42, 2, 0 and 2, 16, 4, 5. Okay, 35.625 നമുക്ക് മീൻ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ മീൻ കഴിഞ്ഞിട്ട് നമുക്ക് മോഡ് കാണാം. മോഡ് കാണാനുള്ള ഫോർമുല എന്താ? മീൻ കിട്ടിക്കഴിഞ്ഞ് നമുക്ക് മോഡ് കാണണം. മോഡ് കാണാനുള്ള ഫോർമുല എന്താ? അപ്പോൾ മോഡ് കാണാനുള്ള ഫോർമുലയാണ് എൽ പ്ലസ് F1 മൈനസ് F0 ബൈ 2F1 മൈനസ് F0 മൈനസ് F2 ഇൻറ്റു H. അപ്പോൾ ഇതിൽ എൽ എന്ന് പറഞ്ഞാൽ ലോവർ ലിമിറ്റ് ഓഫ് മോഡൽ ക്ലാസ്, F1 എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് ദ മോഡൽ ക്ലാസ്, F0 എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് ദ ക്ലാസ് പ്രിസീഡിങ് മോഡൽ ക്ലാസ്, F2 എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് ദ ക്ലാസ് സക്സീഡിങ് മോഡൽ ക്ലാസ്, H എന്ന് പറഞ്ഞാൽ വിഡ്ത്ത് ഓഫ് ദ ക്ലാസ് ആണ്. അപ്പോൾ നമ്മൾ ഈ മോഡൽ ക്ലാസ് എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ, മോഡൽ ക്ലാസ് കണ്ടുപിടിക്കാൻ നമ്മൾ ഏറ്റവും ഹയസ്റ്റ് ഫ്രീക്വൻസി ഉള്ള ക്ലാസ് ഏതാണെന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ ഹയസ്റ്റ് ഫ്രീക്വൻസി ഉള്ള ക്ലാസ് 20 ആണ്. 20 എന്ന് പറഞ്ഞാൽ 30 to 40 എന്നുള്ള ക്ലാസ് ആണ് ഹയസ്റ്റ് ഫ്രീക്വൻസി. അപ്പോൾ അതിന്റെ ലോവർ ലിമിറ്റ് ഓഫ് മോഡൽ ക്ലാസ് എന്ന് പറയുന്നത് 30 ആണ്. ഓക്കെ, 30. ഈ ലോവർ ലിമിറ്റും ഹയർ ലിമിറ്റും എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് വരുന്നത് ലോവർ ലിമിറ്റ്, സെക്കൻഡ് വരുന്നത് ഹയർ ലിമിറ്റ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ L 30 ഡിഗ്രി എന്ന് കിട്ടി, അല്ല 30 എന്ന് കിട്ടി, 30 ഡിഗ്രി അല്ല 30 പ്ലസ് ഫ്രീക്വൻസി ഓഫ് മീഡിയം ക്ലാസ് മോഡൽ ക്ലാസ് 20 മൈനസ് F0. F0 ആണ് പ്രിസൈഡിങ് ക്ലാസിന്റെ ഫ്രീക്വൻസിയാണ്, ദാറ്റ് ഈസ് 15. 20 മൈനസ് 15 ആണ്. 20 മൈനസ് 15 ഡിവൈഡഡ് ബൈ 2 into 20 മൈനസ് 15 മൈനസ് സക്സീഡിങ് ക്ലാസിന്റെ ഇതെന്താ ഫ്രീക്വൻസി എന്താ? 12 into width of the medium class, higher limit minus lower limit. So 30 minus 40 minus 30 is 10. നമുക്ക് ഇത് സോൾവ് ചെയ്യാം. 30 plus 15 by 40 minus 15 is 40 minus 15, 25. 25 minus 12 is 13. 5 by 13 into 10. ഓക്കെ, അപ്പോൾ നമുക്ക് നിന്ന് 10 കോമൺ എടുക്കാം. 10 into 5 കോമൺ എടുക്കാം അല്ലേ? 10 into 5 കോമൺ എടുത്താൽ 6 plus 5 by 13 വരും. ഇനി നമുക്ക് സോൾവ് ചെയ്യാം. ദാറ്റ് ഈസ് ഇക്വൽ ടു 50 into 6 into 13 is 13 into 6 is 60 plus 18, 78. 78 plus 5 is 83. 83 by 13. ഇനി ഇത് സോൾവ് ചെയ്താൽ we would get the answer. ഇതിന്റെ ഫൈനൽ ആൻസർ അത്രയും നമുക്ക് കണ്ടുപിടിക്കാം. 833 by 13. 13 into 6 പോവോ? 13 into 6, 8178. Yes, 13 into 6 പോവും. 678. That would be 5.0. 13 into 2, 3 വരെ പോകും. 39 and 11 and 0. 13 into 7 പോവില്ല. 13 into 7 പോവില്ല. 91 and
104 അല്ലേ, 91 104. സോ 8 104 6 അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. സോ 6.38 ഞാൻ അപ്രോക്സ് എടുത്തു, ഇൻറ്റു 50 ചെയ്യുക. സോ 63.8 × 5 63.8 × 5 കാൽക്കുലേഷൻ ആണ് കൂടുതലായിട്ട് ഈ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ക്വസ്റ്റ്യൻസിൽ വരുന്നത്. 91 31 390. ഓക്കെ, ഇനി ഞാൻ ചെയ്തതിൽ എവിടെയെങ്കിലും തെറ്റുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലാരിഫൈ ചെയ്യട്ടോ കമൻറ്റ് ബോക്സിൽ. എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ ചെയ്തതിൽ തെറ്റുണ്ടാവില്ല സാധാരണ ന്യൂമറിക്കൽസ് ചെയ്യുമ്പോൾ. ന്യൂമറിക്കൽസ് ഇങ്ങനത്തെ ഈ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ലോങ് ക്വസ്റ്റ്യൻ അല്ലേ, എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് തെറ്റിയുണ്ടാവും ചിലപ്പോൾ. മിക്കവാറും തെറ്റൂല, ചിലപ്പോൾ തെറ്റിയുണ്ടാവും. തെറ്റിയുണ്ടെങ്കിൽ പറയണേ കമൻറ്റ് ബോക്സിൽ. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻ ആണ്. A school is organizing a grand cultural event to show the talent of its students to accommodate the guest. Oh man, ടാലന്റ് ഓഫ് ദ സ്റ്റുഡൻസ് കാണിക്കാൻ വേണ്ടി ഒരു ഷോ തന്നെ വെക്കുന്നുണ്ട്. നമ്മളെ സ്കൂളിലൊക്കെ വെച്ച് ആർക്കും. A school is organizing a grand cultural event to show the talent of its student to accommodate this guest. The school plans to rent chairs and tables from a local supplier. It finds that the rent for each chair is 50 and table is 200. The school spends 30,000 for renting the chairs and tables. Also find the total number of items. Total number of items rented are 300. അപ്പോൾ പറയുന്നത് ഒരു ചെയറിന്റെ റെന്റ് 50 ആണ്, ടേബിളിന്റെ റെന്റ് 200 ആണ്. ടോട്ടൽ അപ്പോൾ ഞാൻ അസ്യൂം ചെയ്യാണ് ചെയർ നമ്പർ ഓഫ് ചെയർസ് എക്സ് ആണെന്ന് എടുത്തു. നമ്പർ ഓഫ് ചെയർ എക്സ്, നമ്പർ ഓഫ് ടേബിൾ വൈ ആണെന്ന് എടുത്തു. ഓക്കെ, അപ്പോൾ ഇതിൽ പറയുന്നത് ഓക്കെ 50x പ്ലസ് 50 നമ്പർ ഓഫ് ചെയർ ഇൻറ്റു കോസ്റ്റ് ഓഫ് 50 റുപ്പീസ് ഇൻറ്റു നമ്പർ ഓഫ് ചെയർ പ്ലസ് 200 ഇൻറ്റു നമ്പർ ഓഫ് ടേബിൾസ് ഈസ് ഈക്വൽ ടു 30,000, 30,000 അല്ലേ. ടോട്ടൽ സ്പെൻഡിങ് അത്രയാണ്. നമ്പർ ഓഫ് ചെയർസിൻ്റെ അടുത്ത വാടക പ്ലസ് ടേബിൾ എടുക്കാനുള്ള വാടക രണ്ടും കൂടി കൂട്ടിയപ്പോൾ 30,000 റുപ്പീസ് ആയി. അങ്ങനെയാണെങ്കിൽ ഓൾസോ എക്സും വൈയും കൂടി കൂട്ടി, അതായത് നമ്പർ ഓഫ് ചെയർ പ്ലസ് നമ്പർ ഓഫ് ടേബിൾസ് 300 തന്നിട്ടുണ്ട്. ഓക്കെ, എത്ര നമുക്കറിയാം. നമുക്ക് ക്വസ്റ്റ്യൻസ് വായിച്ചോക്കാം. ഫസ്റ്റ് വൺ, റൈറ്റ് ഡൗൺ ദ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ ഇതിന്റെ ലീനിയർ ഇക്വേഷൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാനാണ് പറഞ്ഞത്. അത് നമ്മൾ ഓൾറെഡി ചെയ്തു. 50x + 200 y = 30,000 നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. ഈ x + y = 300. ഫൈൻഡ് ദ നമ്പർ ഓഫ് ചെയർസ് ആൻഡ് നമ്പർ ഓഫ് ടേബിൾസ് റെന്റഡ് ബൈ സ്കൂൾ. ഓക്കെ, അപ്പൊ ഈ എക്സും വൈയും സോൾവ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞത്. ഈ എക്സ് നമ്മൾ നമ്പർ ഓഫ് ചെയർ നമ്പർ ഓഫ് ടേബിൾസ് ആയിട്ട് എടുത്തില്ലേ. അപ്പൊ എക്സിന് ഈ ജസ്റ്റ് ഇത് രണ്ടും സോൾവ് ചെയ്ത ആൻസർ. അപ്പൊ ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് സിംപ്ലിഫൈ ആയിട്ട് 10 കൊണ്ട് ബോത്ത് സൈഡ്സ് ഡിവൈഡ് ചെയ്യുമ്പോൾ 5x + 20y = 3,000 എന്ന് കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഫസ്റ്റ് സെക്കൻഡ് ഇക്വേഷന് ഞാൻ 5 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. 5x + 5y = 1,500. മാൻ, പുറത്തുനിന്ന് ഡോഗ്സ് നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കുറച്ചിട്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ കേൾക്കുന്നുണ്ടാവില്ല, നോയ്സ് ക്യാൻസലേഷൻ ഇട്ടുണ്ട്. ബട്ട് പുറത്തുനിന്ന് പട്ടികൾ നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സബ്ട്രാക്ട് ചെയ്യാം. 5x - 5x 0 വരും. 20y - 15y 5y 15y + 15y = 1,500. സോ y = നമ്പർ ഓഫ് ടേബിൾസ് നമുക്കറിയാം. 1,500/15 ചെയ്താൽ ഇറ്റ് വുഡ് ബി 100. അപ്പോൾ y 100 ആണെന്ന് കിട്ടിയാൽ നമുക്ക് x + y = 300 എന്ന ഇക്വേഷനിൽ x = 200 എന്ന് കിട്ടും. അപ്പോൾ നമ്പർ ഓഫ് ചെയർസ് 200ഉം നമ്പർ ഓഫ് ടേബിൾസ് 100ഉം. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഒരു ടേബിളിൽ 2 ആൾ വെച്ചിരിക്കുന്നുണ്ട്. കാര്യമില്ല, അത് ചോദിച്ചില്ല, നമ്മളോട് ഇത്രേ ചോദിച്ചുള്ളൂ. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു. If the school wants to spend a maximum of 20,000 on 300 items, tables and chairs, find the number of chairs and tables it can rent. They want to spend on 300 items. 27,000 spend ചെയ്യണം. സ്കൂൾ സ്പെൻസ്. ഓക്കെ. അപ്പം നമ്മളോട് ഇനി അടുത്ത പറയുന്നത് 27,000 ആണെങ്കിൽ എത്രയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇപ്പം 30,000 ആണ് 50x + 200y നമ്മളെടുത്ത്. ആദ്യം 30,000 എന്ന് ബഡ്ജറ്റ് പറഞ്ഞത്, പിന്നെ എന്തോ ഫണ്ട് ഇഷ്യൂസ് കാരണം 3,000 ഇപ്പോൾ കുറച്ച് ആരും മുക്കി പോകുന്നുണ്ട്. ഫസ്റ്റ് 20y = 27,000. 50 ആയിരുന്നു 5x 50x 27,000 ആൻഡ് x + y = 300 അഗെയിൻ. വീണ്ടും നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്നു. 5x + 2y = 2,700. വീണ്ടും സെക്കൻഡ് ഇക്വേഷൻ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 5x + 5y = 1,500 മൈനസ് ചെയ്യുന്നു. 50x + 20. ഇത് 200 ആണല്ലേ. ഇത് 200 ആണ്, 20 അല്ല, 200 ആണ്. സോ ദിസ് വുഡ് ബി 20. ഇനി നമുക്ക് മൈനസ് ചെയ്യുമ്പോൾ 20y - 5y is 15y =
2700 minus 1500, 0, 0, 2, 1, 1200. So y is equal to 1200 by 15. Obviously, that would be 80. അപ്പോൾ 27,000 പരിപാടി അയക്കണമെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് ടേബിൾസ് 80 ആവണം. നമ്പർ ഓഫ് ചെയർസ് വുഡ് ബി 300 മൈനസ് 80, ദാറ്റ് ഈസ് 120. ഓക്കെ, 80 ആൻഡ് 120 എന്ന് കിട്ടും. സോ അതാണ് ഓർ ക്വസ്റ്റ്യൻ ആൻസർ. നമുക്ക് ഫൈനൽ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ മാക്സിമം നമ്പർ ഓഫ് ടേബിൾസ് ദാറ്റ് ക്യാൻ ബി റെന്റഡ് ഇൻ 30,000 ഇഫ് നോ ചെയർസ് ആർ റെന്റഡ്? ഓക്കെ, അപ്പോൾ ചെയർ ഒന്നും റെന്റ് എടുക്കുന്നില്ല. 30,000 റുപ്യ ഫുള്ള് ടേബിളിന് കൊടുക്കുക. അപ്പോൾ ആൾക്കാർ ടേബിളിൽ ഇരിക്കേണ്ടി വരും. അപ്പോൾ 200 ഇൻറ്റു നമ്പർ ഓഫ് ടേബിൾസ് എത്രയാണ്? നമ്പർ ഓഫ് ടേബിൾസ് നമ്മൾ എന്താക്കി എടുത്തോ? എയോ ബിയോ സിയോ? നമ്മൾ നേരത്തെ വൈ ആണ് എടുത്തപ്പോൾ ഞാൻ എപ്പോഴും വൈ എടുക്കാം. ടേബിൾ എടുക്കുന്നില്ല, അല്ല ചെയർ എടുക്കുന്നില്ല. ടോട്ടലും ഫുള്ള് പൈസ ടേബിളിന് കൊടുത്തു. അപ്പോൾ നമുക്ക് സോൾവ് ചെയ്യാം. y is equal to 30,000 by 200. വാട്ട് വുഡ് ബി ഗെറ്റ്? 300 by 2, that is 150. Number of tables 150 എന്ന് കിട്ടും. ഓക്കെ, let's move on to the 37th question. Rahul is a lucky charm for his cricket team. Oh, ഇന്ന പോലെ. He has a jar of cards with number from എനിക്ക് ക്രിക്കറ്റ് കളിക്കാൻ പോലും അറിയില്ല. How he has a he has a jar of cards with numbers from 10 to 74. Before each match, he draws a card from the jar. If the card bears an even number, the team wins. If the number is even and divisible by 5, they win by a big margin. If the number is an odd number less than 30, they win by a small margin. And if the prime number between 50 and 74, they lose. ഇതെന്താ ബ്ലാക്ക് മാജിക്കോ? ഓരോ നമ്പർ പറയുമ്പോൾ അതേപോലെ കളി ജയിക്കാൻ. ഓക്കെ, നമുക്ക് ഏതായാലും ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഇസ് ദ പ്രോബിലിറ്റി ദാറ്റ് രാഹുൽ ഡ്രോസ് എ കാർഡ് വിത്ത് ആൻ ഈവൻ നമ്പർ? ഈവൻ നമ്പർ എടുക്കാനുള്ള പ്രോബിലിറ്റി എത്രയാണെന്ന് വെച്ചിരിക്കുന്നത്? അപ്പൊ ഈ കാർഡുകളിൽ എഴുതിയിട്ടുള്ളത് 10 to 74 ആ. 10 to 74 എത്ര ഈവൻ നമ്പേഴ്സ് ഉണ്ട്? 74 മൈനസ്, ഓക്കെ, 10 to 74 എത്ര നമ്പേഴ്സ് ഉണ്ട്? 74 മൈനസ് 10, 64 അല്ല എടുക്കണ്ടേ, ഒരു എക്സ്ട്രാ നമ്പർ 1 ആഡ് ചെയ്യണം. അപ്പോഴാണ് ടോട്ടൽ നമ്പേഴ്സ് 10 74 കൂടി ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ 65 ഉണ്ട്. നമ്മൾ എപ്പോഴും ഇപ്പോൾ രണ്ട് നമ്പേഴ്സ് വന്നിട്ട് എത്ര നമ്പേഴ്സ് ടോട്ടൽ ചോദിക്കുമ്പോൾ നമ്മൾ 60 രണ്ട് മൈനസ് ചെയ്തിട്ട് +1 ആഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടോട്ടൽ നമ്പേഴ്സ് കിട്ടും. അപ്പോൾ ഇവിടെ 65 നമ്പേഴ്സ് ഉണ്ട്. 65 നമ്പേഴ്സിൽ എത്ര ഈവൻ നമ്പേഴ്സ് ഉണ്ടാവും? അയ്യോ, അപ്പോൾ ഇതിന്ന് ഈവൻ നമ്പേഴ്സ് ഇപ്പോൾ എത്ര കണ്ടുപിടിക്കും? ഇതിൻ്റെ പകുതി ഏതായാലും ഉണ്ടാവും. 32 ഉണ്ടാവും. 32 ആണോ 33 ആണോ ഉണ്ടാവുന്നത് എങ്ങനെ കണ്ടുപിടിക്കും? 32 ആണോ 33 ആണോ എങ്ങനെ കണ്ടുപിടിക്കും? ഇതിന് എന്തെങ്കിലും ട്രിക്ക് ഉണ്ടോ? നമുക്ക് നോക്കാം. ഓരോ 10 കൂടുമ്പോഴും 5 എണ്ണം ഉണ്ടാവും. അപ്പോൾ 70 വരെ എത്തുമ്പോൾ ഇറ്റ് വുഡ് ബി 6 ഇൻറ്റു 5 30 ഓൾറെഡി ഉണ്ടാവും. പിന്നെ 30 ഈവൻ നമ്പേഴ്സിലേക്ക് 32ഉം 30 പ്ലസ് 32ഉം 74ഉം, സോ ദാറ്റ് വുഡ് 72ഉം 74ഉം, സോ ടോട്ടൽ 32 ഈവൻ നമ്പേഴ്സ് ഉണ്ടാവും. രാഹുൽ ഡ്രോസ് ഈവൻ കാർഡ് എന്ന് പറയുന്നത്, ഈവൻ കാർഡ് അടിക്കാൻ ടോട്ടൽ 32 ഈവൻ നമ്പേഴ്സ് ഉണ്ട് ബൈ ടോട്ടൽ 65 നമ്പേഴ്സ് ഉണ്ട്. സോ പ്രോബിലിറ്റി ഓഫ് ഈവൻ നമ്പർ വലിക്കാനുള്ള ചാൻസ് 32/65. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഈ കാര്യമാണ്. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ, തെറ്റിയില്ലല്ലോ. 10, 10, 12, 14, 16, 18, 20. അല്ല കറക്റ്റാ. ഓക്കെ, 32/65. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് രാഹുൽ ഡ്രോസ് എ കാർഡ് വിത്ത് ആൻ ഓഡ് നമ്പർ ലെസ് ദാൻ 30? ഓക്കെ, അപ്പോൾ ഓഡ് നമ്പർ ലെസ് ദാൻ 30 എന്ന് പറയുമ്പോൾ ഫസ്റ്റത്തെ 10 to 20യിൽ 5 ഓഡ് നമ്പേഴ്സ് ഉണ്ടാവും. 20 to 30യിലും 5 ഓഡ് നമ്പേഴ്സ് ഉണ്ടാവും. സോ ടോട്ടൽ 10 ഓഡ് നമ്പേഴ്സ് ഉണ്ട്. ടോട്ടൽ 65 നമ്പേഴ്സും ഉണ്ട്. 10 ഓഡ് നമ്പേഴ്സ് ലെസ് ദാൻ 30 ഉണ്ട്. സോ 10/65. നമുക്ക് ഫർദർ സിംപ്ലിഫൈ ചെയ്തൂടെ? യെസ്, സിംപ്ലിഫൈ ചെയ്യാം. 5 കൊണ്ട് 2/1 15 3 2/13 എന്ന് കിട്ടും. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് രാഹുൽ ഡ്രോസ് എ കാർഡ് വിത്ത് എ പ്രൈം നമ്പർ ബിറ്റ്വീൻ 50 and 74? ഓക്കെ, 50 and 74ലുള്ള ഒരു പ്രൈം നമ്പർ ഡ്രോ ചെയ്യാനുള്ള പ്രോബിലിറ്റി ആണ്. 50 and 74ലെ ഇടയിൽ ഏതൊക്കെ പ്രൈം നമ്പേഴ്സ് ഉണ്ട് എന്ന് ആദ്യം കണ്ടുപിടിക്കണം. ഇപ്പോൾ 51 പ്രൈം നമ്പർ അല്ല, 52 പ്രൈം നമ്പർ അല്ല, 53 പ്രൈം നമ്പർ ആണോ? 53 ഇസ് എ പ്രൈം നമ്പർ ഗൈസ്. 53 പ്രൈം നമ്പർ ആണ്. 54 55 56 57 ഉണ്ടോ? 57 ഇല്ല. 58 59 ഉണ്ട്. 60 61 ഉണ്ട്. 62 63 64 65 66 67 ഉണ്ട്. 67 ഉണ്ട്. 68 69 ഉണ്ടോ? 69 ഉണ്ട്. 70 71 ഉണ്ട്. 72 73 73 ഉണ്ട് തോന്നുന്നു.
73 വേറെ ഏതെങ്കിലും വരില്ലല്ലോ? ഇല്ല 73 ഇല്ല. അല്ല 73 ഉണ്ട്. 74 ഇല്ല, 75 ഇല്ല, 76 ഇല്ല, 77 ഇല്ല, 78 ഇല്ല, 79 ഉണ്ട്. അയ്യോ, നമുക്ക് എവിടം വരെ വേണ്ടിയുള്ളൂ? 74ന്റെ ഇടയിലുള്ള വേണ്ടിയുള്ളൂ. അപ്പോൾ 679 വേണ്ട. അപ്പോൾ ടോട്ടൽ എത്ര? 1 2 3 4 5 6 7 7 പ്രൈം നമ്പർ ഉണ്ട് 65 ആൻഡ് 74ന്റെ ഇടയിൽ. അപ്പോൾ അതിലൊന്ന് ഡ്രോ ചെയ്യാനുള്ള പ്രോബിലിറ്റി എത്ര? ടോട്ടൽ 7 നമ്പേഴ്സ് ഉണ്ട് നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഔട്ട്കംസ്. ടോട്ടൽ 65, സോ 7/65 ആണ് അതിന്റെ പ്രോബിലിറ്റി. ഓക്കെ, നമുക്ക് ലാസ്റ്റ് ഫൈനൽ അല്ല, അത് കഴിഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഓക്കെ, വാട്ട് ഇസ് ദ പ്രോബിലിറ്റി ദാറ്റ് രാഹുൽ ഡ്രോസ് എ കാർഡ് വിത്ത് ആൻ ഈവൻ നമ്പർ ഡിവിസിബിൾ ബൈ 5? ഓ, ഈവൻ നമ്പർ ഡിവിസിബിൾ ബൈ 5. 5നെ കൊണ്ട് ഡിവിസിബിൾ ആവുന്ന ഏതൊക്കെ വരും? 10, 20, 30, 40, 50, 60, 70. 7 പോസിബിലിറ്റീസ് ഉണ്ട് 5നെ കൊണ്ട് ഡിവിസിബിൾ ആവുന്ന ഈവൻ നമ്പേഴ്സ്. So probability of even 7 possibility divided by total 65 possibilities. 7/65 ആണ് നമ്മുടെ ആൻസർ. Okay, now let's move on to the last final question. Okay, a skilled carpenter decided to craft. ഒന്നും വലുതാകല്ലേ, കാണുന്നില്ലല്ലോ അല്ലെങ്കിൽ. A skilled carpenter decided to craft a special rolling pin for the local baker. He carefully joined 3-cylinder pieces of wood, 2 small ones on the answer. ഓക്കെ, അത് നമുക്ക് ആവശ്യമില്ല. ചങ്ങായി ഇങ്ങനെയാണ് ഉണ്ടാക്കിയത്. 2 ചെറിയ സിലിണ്ടർ ഒരു വലിയ സിലിണ്ടറിന്റെ അറ്റത്ത് കുത്തിയത് ചപ്പാത്തി കൊല എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, ഇങ്ങനെയൊക്കെ തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ വോളിയം ഓഫ് ദ ബിഗ്ഗർ സിലിണ്ടർ പാർട്ട്. ബിഗ്ഗർ സിലിണ്ടർ പാർട്ടാണ് എൻ്റെ വോളിയാണ് കാണാൻ വെച്ചിരിക്കുന്നത്. ലെങ്ത് ഓഫ് ബിഗ്ഗർ സിലിണ്ടർ പാർട്ട് ഈസ് 12 സെന്റിമീറ്റർ. ഒരു ബിഗ്ഗർ സിലിണ്ടർ ഉണ്ട്, അതിന്റെ ടോട്ടൽ ലെങ്ത് 12 സെന്റിമീറ്റർ ആണ്. ഇത് 12 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഡയമീറ്റർ 7 സെന്റിമീറ്റർ. ഡയമീറ്റർ 7 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ റേഡിയസ് 7/2 സെന്റിമീറ്റർ. അതിന്റെ വോളിയം നമുക്ക് കണ്ടത്. നമുക്ക് പറയാം വോളിയം ഓഫ് എ സിലിണ്ടർ എന്ന് പറയുന്നത് πr²h ആണ്. സോ പൈയുടെ വാല്യൂ 22/7, റേഡിയസിന്റെ വാല്യൂ 7/2, 7/2 ഇൻറ്റു 7/2 ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് 12 സെന്റിമീറ്റർ. സോൾവിങ് ദിസ് 1177 കട്ടായി പോകും. ദിസ് വുഡ് ബി 6. 77 ഇൻറ്റു 6 എത്രയെന്ന് വരിക? ദാറ്റ് വുഡ് ബി ദ വോളിയം. 77 ഇൻറ്റു 6 നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 247 ഇൻറ്റു 6 is 42. 42 പ്ലസ് 44, 46. 462 സെന്റിമീറ്റർ ക്യൂബ്. ഓക്കെ, സ്ക്വയർ അല്ല, സെന്റിമീറ്റർ ക്യൂബ് ആണ് വോളിയത്തിന്റെ. ഓക്കെ, now let's move on to the second sub question. Fine. ഇത് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. ഇത് നമുക്ക് ആ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഓർമ്മ കേട്ടോ. മറ്റേ BPT വെച്ച് ചെയ്യാനുള്ള എന്തൊരു സിമ്പിൾ ആയിരുന്നില്ലേ? രണ്ട് ഇക്വേഷൻ എഴുതിയപ്പോൾ നമുക്ക് ഉത്തരം കിട്ടി. പക്ഷേ നമ്മൾ ഉത്തരം ചെയ്യുന്നതിന് നിങ്ങൾക്ക് 1 മാർക്കാണ് കിട്ടുന്നത്. ഓക്കെ, നമുക്ക് സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. ഫൈൻഡ് ദ കേർവ്ഡ് സർഫേസ് ഏരിയ ഓഫ് ദ ബിഗ്ഗർ സിലിണ്ടർ പാർട്ട്. അപ്പം പറയാം കേർവ്ഡ് സർഫേസ് ഓഫ് എ സിലിണ്ടറിന്റെ ഫോർമുല എന്താ? കേർവ്ഡ് സർഫേസ് ഏരിയ ഓഫ് എ സിലിണ്ടറിന്റെ ഫോർമുല എന്താ? 2πRh അല്ലേ? 2πr ഇൻറ്റു h. 2πRh ആണ്. സോ ദാറ്റ് വുഡ് ബി 2 ഇൻറ്റു 22/7. റേഡിയസ് 7/2 ആണ് നമുക്കറിയാം. ഹൈറ്റ് വീണ്ടും നമുക്കറിയാം 12 ആണെന്ന്. സോ 7 കട്ടായി പോകും. 11, 22 ഇൻറ്റു 12, 22 ഇൻറ്റു 12. അല്ല, ഇതിൽ ബെറ്റർ 24 ഇൻറ്റു 11 ചെയ്യുന്നതാവും. സോ ദാറ്റ് വുഡ് ബി 24, 4, 6, 264. കേർവ്ഡ് സർഫേസ് ഏരിയ 264 സെന്റിമീറ്റർ സ്ക്വയർഡ്. ഓക്കെ, അപ്പോൾ അതും കഴിഞ്ഞു. തേർഡ് സബ് ക്വസ്റ്റ്യൻ എന്ത് പറയുന്നു? Find the ratio of the volume of the bigger cylinder part to the total volume of 2 smaller cylinder parts. Okay, 2 smaller cylinder parts സെയിം ആണ്. അപ്പോൾ ഏതെങ്കിലും ഒന്നിന്റെ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ വലിയ സിലിണ്ടറിന്റെ വോളിയം 462 ആണ്. അപ്പോൾ ഇത് 2 കൂടി കൂട്ടിയിട്ടുള്ള വോളിയം അല്ലേ? ചെറുത് 2 കൂടി കൂട്ടിയിട്ടുള്ള വോളിയം ഈ വലുതിനായിട്ട് മേക്ക് ചെയ്യുന്ന റേഷ്യോ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സിമ്പിൾ അല്ലേ? അപ്പൊ നമുക്ക് വോളിയം ഓഫ് സ്മോളർ കണ്ടുപിടിക്കാം. വോളിയം ഓഫ് സ്മോളർ ഈസ് എഗെയിൻ ടോട്ടൽ എത്ര വരും? 2 ഉണ്ട്. അപ്പൊ 2 ഇൻറ്റു πr²h. r²h. 2 ഇൻറ്റു π is 22/7. റേഡിയസ് എത്ര തന്നിട്ടുള്ളത്? 2.1 എന്നാണ് തന്നിട്ടുള്ളത്. 2.1 ഇൻറ്റു 2 അല്ല ബൈ 2, 2.1/2 ഇൻറ്റു ഹൈറ്റ് എത്ര തന്നിട്ടുള്ളത്? ഹൈറ്റ് ഈസ് 5 സെന്റിമീറ്റർ. ഇത് ഞാൻ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. നമുക്ക് റേഷ്യോ ഡയറക്റ്റ് ആയിട്ട് എടുക്കാം. റേഷ്യോ ഇസ് ഈക്വൽ ടു ബിഗ്ഗർ ബൈ ലോവർ. ബിഗ്ഗറിന്റെ വോളിയം ബൈ ലോവറിന്റെ വോളിയം. ലോവർ ഹാൻഡ് റൈറ്റിംഗ് ഭയങ്കര മോശമല്ലേ? നോ പ്രോബ്ലം, നമുക്ക് പതിയെ റെഡിയാക്കി എടുക്കാം. πr²h, πr1²h 1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു πr2² h2. ഓക്കെ, അപ്പോൾ പൈ ക്യാൻസൽ ആയി പോകും.
R1 സ്ക്വയർ എന്ന് പറയുന്നത് എത്ര? R1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 7/2 ഇൻറ്റു 7/2 ഇൻറ്റു H1 എന്ന് പറയുന്നത് 12 ആൻഡ് അടിയിലുള്ളത് 2 ഇൻറ്റു 2.1/2 ഇൻറ്റു 2.1/2 ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് 5. നമുക്ക് ഇത് നമുക്ക് അപ്പുറത്ത് സോൾവ് ചെയ്യാം. ഓക്കെ, ഇത് എഴുതുമ്പോൾ നമുക്ക് ഇത് ഫൈനലായിട്ട് എങ്ങനെ എഴുതാൻ പറ്റും? 7/2 ഇൻറ്റു 7/2 ഇൻറ്റു 12 ഇൻറ്റു 2/2.1 ഇൻറ്റു 2/2.1 ഇൻറ്റു 1/5 ഇൻറ്റു 2. ഓക്കെ, 1/5 ഇൻറ്റു 2. ഓക്കെ, ഇത് നമുക്ക് ഫൈനലായിട്ട് ചെയ്യാം. 2 ക്യാൻസൽ, 2 ക്യാൻസൽ, 2 6 ആൻഡ് 0.3. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇനി 0.3 ഇൻറ്റു 20. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടും 20/0.3 ഇൻറ്റു 5 എന്ന് കിട്ടും 4. സോ ദാറ്റ് വുഡ് ബി 4/0.3, 40/3. ഇങ്ങനെ ആൻസർ വരുമോ? എവിടെയെങ്കിലും തെറ്റുണ്ടോ? നമുക്ക് നിർത്തില്ല. സോ 40/3 ആണ് റേഷ്യോ. ഓക്കെ, ഇപ്പോൾ കഴിഞ്ഞില്ലേ? നമുക്ക് റേഷ്യോ കണ്ടുപിടിച്ചു. ഓക്കെ, ഇല്ലല്ല. ഫൈൻഡ് ദ സം ഓഫ് കർവ് സർഫേസ് ഏരിയ ഓഫ് 2 ഐഡന്റിക്കൽ സ്മോൾ സിലിണ്ടർ. അപ്പോൾ 2 സ്മോൾ സിലിണ്ടറിന്റെ എന്താന്ന് പറയുന്നത് കേർവ്ഡ് സർഫേസ് ഏരിയയുടെ ടോട്ടൽ കാണാൻ അറിയാം. അപ്പോൾ നമുക്കറിയാം CSA എന്ന് പറയുന്നത് ഇറ്റ്സ് 2πRH ആണ്. അത് അപ്പോൾ ഇവിടെ നമുക്ക് 2 ചെറിയ സിലിണ്ടർ ഉണ്ട്. അപ്പോൾ ഇൻറ്റു 2 ഇൻറ്റു 22/7 ഇൻറ്റു റേഡിയസ് നമ്മൾ 22.1/2 നമ്മൾ ഓൾറെഡി കണ്ടു. ഹൈറ്റ് 5 സെൻറ്റിമീറ്റർ ഇൻറ്റു 2. സോ 2 കട്ടായി പോയി 0.3. 44 ഇൻറ്റു 0.3 ഇൻറ്റു 5. 44 ഇൻറ്റു 5 ഈസ് 220 ഇൻറ്റു 0.3. അപ്പോൾ 22 ഇൻറ്റു 3 ദാറ്റ് ഈസ് 66. റിലീസ് 0 അത് വരുമ്പോൾ ഡെസിമൽ സൈഡ് അപ്പുറം പോകും. സോ 220 ഇൻറ്റു 0.3 ഈസ് ഒബിയസ്ലി 66 അല്ലേ? 22 ഇൻറ്റു 3 66. ഓക്കെ, അപ്പോൾ ദാറ്റ് വാസ് ദ എൻഡ് ഓഫ് സെറ്റ് 2. ഇനി നമ്മൾ സെറ്റ് 3യിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ നമ്മൾ സെറ്റ് 2 കഴിച്ചു. അപ്പോൾ ഇനി നമുക്ക് ബാക്കി 4 സെറ്റും കൂടിയാണുള്ളത്. ഓരോ ലോങ് ജേണി ഇനിയുണ്ട് 4 സെറ്റ്. സോ അതുവരേക്കും ബൈ. ഓക്കെ ബൈ. എല്ലാവർക്കും ഒക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഒരു ബൈ ആക്കി.